മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. ഇന്ന് ഡിസ്റ്റോർട്ടഡ് റിയാലിറ്റി അല്ലെങ്കിൽ വികലമാക്കപ്പെടുന്ന യാഥാർത്ഥ്യം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വികലമാക്കപ്പെടുന്ന യാഥാർത്ഥ്യം എന്നാൽ നാം കണ്ടു നിൽക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ലോകം അതിനെ വ്യത്യസ്തമായി തെറ്റായി കാണുകയും വിശ്വസിക്കുകയുമാണ്. നമ്മുടെ മനസ്സാണ്, തലച്ചോറാണ് അതിനെ തെറ്റായി കാണിച്ച് വിശ്വസിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നു, വിമർശിക്കുന്നു എന്ന് ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരാൾ തങ്ങളെ ആരോ പിന്തുടരുന്നു എന്ന ഗൗരവമുള്ള തെറ്റായ വിശ്വാസം. ഇത് നമ്മെ ഭയപ്പെടുത്തുന്നു, അസ്വസ്ഥരാക്കുന്നു. ഇതുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. തെറ്റായ യാഥാർത്ഥ്യം സാധാരണയായി ചില മാനസിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്കിസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, മയക്കുമരുന്ന് ഉപയോഗം, ഡെലൂഷണൽ ഡിസോർഡർ, ഇവയിലൊക്കെ ഇത് കാണാം. ഇത് 3 പ്രധാന രൂപങ്ങളിൽ കാണാം. ഒന്ന്, ഡെലൂഷൻസ്, അതായത് തെറ്റായ വിശ്വാസങ്ങൾ, യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങൾ. ഉദാഹരണത്തിന്, ആരോ തങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് പറഞ്ഞു മനസ്സിലാക്കാനോ തിരുത്താനോ കഴിയില്ല. 2, ഹാലുസിനേഷൻസ്, അതായത് ഭ്രമങ്ങൾ, കാണാനില്ലാത്തവ കാണുന്നത്, ഇല്ലാത്ത ശബ്ദം, സംസാരം ഇവ കേൾക്കുന്നത്, യഥാർത്ഥത്തിൽ ആരും ഉണ്ടായിട്ടില്ല. 3, തോട്ട് ഡിസോർഡർ, ചിന്താ വ്യതിയാനം, സംസാരത്തിൽ അർത്ഥമില്ലായ്മയും ചിന്തകളിൽ അടുക്കും ചിട്ടയുമില്ലാതെ ചിതറിപ്പോവുക. ഉദാഹരണത്തിന്, വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ ചിന്തിക്കുക. ഇത് ഭാവനയല്ല, അഭിനയവുമല്ല. ഇത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സമീപമുള്ള ഒരാൾ യഥാർത്ഥത്തിൽ നിന്ന് അകലുന്നത് പോലെയോ അടിസ്ഥാനമില്ലാത്ത ആശങ്കകൾ പ്രകടിപ്പിക്കുകയോ വ്യത്യസ്തമായി പെരുമാറുകയോ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു മനോരോഗ വിദഗ്ധനെ, സൈക്യാട്രിസ്റ്റിനെ കാണാൻ പ്രോത്സാഹിപ്പിക്കണം. ശരിയായ ചികിത്സയിലൂടെ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.